അവസാനഘട്ട വോട്ടെടുപ്പിന് തലേ ദിവസമായി. അപ്പോൾ അതാ തന്റെ അവസാന ആയുധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തെടുക്കുകയാണ്. അവതാരപ്പിറവിക്ക് ശേഷമുള്ള മോദിയുടെ ആദ്യ ധ്യാനത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ തകർന്നടിയുമോ? നോക്കാം. ആദ്യമായിട്ടൊന്നുമല്ല ഈ ഇരിപ്പ്. മോദിയുടെ ട്രെൻഡ് തന്നെ ഇതാണ്. 2019 അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം 17 മണിക്കൂർ മോദി കേദാർനാഥിലെ രുദ്ര ഗുഹയിൽ ധ്യാനമിരുന്നിരുന്നു. തിരഞ്ഞെടുപ്പിലെ അവസാന ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ BJPക്ക് വലിയ ഊർജവും നൽകി. ആ പിൻബലമാകണം വീണ്ടും ഒരു ധ്യാനത്തിലിരിക്കാൻ മോദിയെ പ്രേരിപ്പിച്ചത് തന്നെ. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തിരക്കൊഴിഞ്ഞ ശേഷം 3 ദിവസങ്ങളിലായി 45 മണിക്കൂറാണ് ധ്യാനം. പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനാണ് മോദിയുടെ തീരുമാനം. ഇത്തവണ ധ്യാനത്തിന് വടക്കേ ഇന്ത്യക്ക് പകരം തെക്കേ ഇന്ത്യ തിരഞ്ഞെടുത്തതും ശ്രദ്ധേയമാണ്. ഒപ്പം നല്ല സമയവും. കേരളത്തിൽ കാലവർഷം എത്തുന്നതോടൊപ്പം കടൽ പ്രക്ഷുബ്ധമാണ്. കടലുകളുടെ സംഗമഭൂമി കൂടിയാണ് കന്യാകുമാരി. പൊതു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വിരാമമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിനായി പോകുകയാണെന്ന വാർത്ത ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട്. BJP RSS അനുകൂല പ്രൊഫൈലുകളും മോദിയുടെ ധ്യാനം വലിയ പ്രചരണ ആയുധമാക്കിയിട്ടുമുണ്ട്. ധ്യാനത്തിൽ മുഴുകുന്ന മോദിയുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറയാൻ പോകുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ 3ാം ഊഴം ആഗ്രഹിക്കുന്ന മോദിയുടെ അവസാന തുറുപ്പുചീട്ടായി ഈ ധ്യാനത്തെ പ്രതിപക്ഷം നോക്കിക്കാണുമ്പോൾ ഇത് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. 2019 പൊതുതെരഞ്ഞെടുപ്പ് സമയത്തെ ധ്യാനത്തിന് ശേഷം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇത്തവണത്തെ മോദിയുടെ ധ്യാനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. തന്റേത് ഒരു അവതാര പിറവിയാണെന്ന് മോദിയുടെ തുറന്നു പറച്ചിലിന് ശേഷം നടക്കുന്ന ധ്യാനമാണ് ഇത്. മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് മുൻപ് BJP മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും മോദി അത് തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ധ്യാനത്തിന് പ്രസക്തിയും ഏറെയാണ്. അതായത് മോദി ധ്യാനത്തിൽ ഇരിക്കുന്ന പാറ നാളെ മോദി പ്രതിഷ്ഠ വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രമായി മാറാനും ഇവിടെ സാധ്യതയുണ്ട്. 400 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിയും BJPയും അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്ന സംശയത്തിൽ നിന്നും NDA മുന്നണിക്ക് പോലും കേവല ഭൂരിപക്ഷം കിട്ടില്ലേ എന്ന തലത്തിലേക്ക് വരെ ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട്. BJP നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. 2019 BJPയും സഖ്യകക്ഷികളും വൻ വിജയം നേടിയ ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം വലിയ വെല്ലുവിളിയാണ് BJPക്ക് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ നേടിയ പശ്ചിമ ബംഗാളിലും BJPയുടെ നില പരുങ്ങലിലാണ്. 80 ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന UPയിലും കടുത്ത വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും BJP നേരിടുന്നത്. ഇവിടെ 2019 80-ൽ 64 സീറ്റുകളും നേടിയിരുന്നത് BJP സഖ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിൽ മാത്രമാണ് ചെറിയ പ്രതീക്ഷ BJPക്ക് ഇത്തവണ ഉള്ളത്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ആധിപത്യമുള്ളത്. 2019 താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു തരംഗവും ഉണ്ടാക്കാൻ ഇത്തവണ BJPക്ക് കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനവും വളരെ കുറവാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലാണ് ധ്യാനമിരിക്കാനുള്ള മോദിയുടെ തീരുമാനം. ഇത് ശേഷിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. അതിനനുസരിച്ചുള്ള അവസാനഘട്ട പ്രചരണമാണ് BJPയുടേത്. BJPയുടെയും മോദിയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ വലിയ വിലയാണ് മോദിയും BJP നേതൃത്വവും നൽകേണ്ടി വരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും മോദിക്കും അമിത്ഷായ്ക്കും കഴിയുകയില്ല. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ആ സർക്കാർ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ പിളർത്തി സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടാനുള്ള ഓപ്പറേഷൻ ബിയും BJP നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് സൂചന.